ഹലോ ഗായ്സ്, അങ്ങനെ അതുപോലെ ഡ്യൂട്ടിക്കായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. രാവിലെ കമ്മലിടാതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഡ്യൂട്ടിക്കൊക്കെ കയറി ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു കമ്മൽ വാങ്ങാനായിട്ട് ഞാൻ ഇറങ്ങിയത്. കമ്മൽ വാങ്ങാനായിട്ട് ഇറങ്ങിയെങ്കിലും മാലയും റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മിറർ കണ്ട് നമ്മൾ വെറുതെ വിടൂലല്ലോ. പിന്നെ ഈ ഒരു കമ്മലില്ലേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സാധനം ഞാൻ കത്തിയിട്ടത് കത്തുന്നില്ല. അവളുടെ കയ്യിൽ അടിച്ച് അവളെനിക്കത് കത്തിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുഖം നോക്കൂ, എന്തൊരൈശ്വര്യം. അങ്ങനെ കുറേ നേരം അതിട്ട് കളിച്ച്. എന്തായാലും ഞങ്ങളത് വാങ്ങിയിട്ടില്ല. പിന്നെ ആംഗ്ലനെ വഴക്ക് പറഞ്ഞതും ഇല്ല. അതുമെല്ലാം പൊട്ടിപ്പോയായിരുന്നെങ്കിൽ ഞാനത് വാങ്ങേണ്ട വന്നേനെ. പിന്നെ നേരെ ഒപ്റ്റിക്കൽസിൽ പോയപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡെക്കോറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സാധനമില്ലേ, മേരി ക്രിസ്മസ് എന്ന് എഴുതിയ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളർ കണ്ടു, എന്ത് രസമുണ്ട്. അങ്ങനെ നേരെ അകത്ത് കയറിയപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രീ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ചെറുതാണെങ്കിലും കാണാം. അകത്ത് മേളിൽ നല്ല വലിയ ട്രീ ആട്ടോ. ഈ പ്രാവശ്യം ഇത് ഡെക്കോർ ചെയ്യാൻ ഞാനില്ലായിരുന്നു കേട്ടോ. ഞാൻ ലീവുള്ള സമയത്താണ് ഇതൊക്കെ സെറ്റാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയ ട്രീ ഉണ്ട്. ഈ ട്രീ കാണാൻ നല്ല രസമുണ്ട്. അതിനകത്ത് നമ്മൾ ചെറിയൊരു ക്രിസ്മസ് അപ്പൂപ്പനെ മേരി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചേച്ചി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ചേച്ചിയെ വിളിച്ചൊരു ഹായ് ഒക്കെ പറയിപ്പിച്ചിട്ടുണ്ടേ. എൻ്റെ ചെറിയ കാര്യം വാങ്ങിയാൽ ഞാൻ എല്ലാവരെയും കൊണ്ട് കാണിച്ചിട്ട് അത് കൊള്ളാമെന്ന് ചോദിക്കുവേ. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഒരു ചെറിയ കമ്മൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് എൻ്റെ ഈ പുറകിൽ കൂടി ഈ അമ്മ ഓടുന്നില്ലേ, അതിനൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പ്രിയപ്പെട്ട ആൾക്കാരിന്ന് വന്നപ്പോൾ കുറച്ച് മിഠായിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലായിടത്തും മക്കൾക്കല്ലേ മിഠായി എല്ലാം കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാട്ടോ. എനിക്ക് കുറച്ച് മിഠായി, അമ്മ കൂടുതൽ മിഠായി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്ത ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിസ്ത. അതുപോലെ അമ്മ എനിക്കൊരു പഴവും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പഴം കഴിച്ചാൽ വണ്ണം വെക്കുമെന്നാണ് അമ്മയെ പറയുന്നത്. അതുകൊണ്ട് എന്നെ ഡെയിലി കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.